എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഴുക്കിൻ്റെ റെസിപ്പിയാണ്. പച്ച നേന്ത്രക്കായും മത്തിയും ഉപയോഗിച്ചുള്ള ഒരു പുഴുക്കാണ്. അതിനു വേണ്ടിയിട്ട് 1 കിലോ പച്ച നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്, 1/2 കിലോ മത്തിയും എടുത്തിട്ടുണ്ട്. മത്തി കുറഞ്ഞത് 1/2 കിലോ എങ്കിലും എടുക്കണം, കൂടുതലാവും തോറും ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇനി മത്തി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, നേന്ത്രക്കായും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനതിൻ്റെ തോടൊന്നും കളഞ്ഞിട്ടില്ല, തോട് മൊത്തത്തിൽ അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഇനി മത്തിയിലേക്കും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, നേന്ത്രക്കായിലേക്കും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, കുറച്ച് മഞ്ഞളും ഉപ്പും കൂടി ഒഴിച്ചു കൊടുക്കുക. നേന്ത്രക്കായ കുക്കറിലാണ് ഇട്ടിട്ടുള്ളത്. ഒരു വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. മത്തിയും ഒന്ന് വറ്റിച്ചെടുക്കണം. അത് വെന്തതിന് ശേഷം ഇതിൻ്റെ നടുക്കുള്ള മുള്ള് എടുത്ത് മാറ്റാൻ വേണ്ടിയാണ് ഒന്ന് വേവിക്കുന്നത്. അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. കുക്കർ ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിക്കാം. ഇപ്പോൾ മത്തി വെന്ത് വന്നിട്ടുണ്ട്, എന്നാലും ഒന്ന് വറ്റിക്കണം. ഇപ്പോൾ മത്തി വറ്റിച്ചെടുത്തിട്ടുണ്ട്, തണുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുള്ളൊന്നും എടുക്കണം. അതിന് മുമ്പ് കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. ഒരു വലിയ തേങ്ങയുടെ 1/2 മുറി തേങ്ങ തിരുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് ചെറിയ ഉള്ളി, ഒരു 5 കഷ്ണം വെളുത്തുള്ളി, കുറച്ച് കുരുമുളക് ചതച്ചത്, കുറച്ച് കാന്താരി മുളക്, എല്ലാം കൂടി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂണ് ചെറുജീരകവും കൂടി ചേർത്ത് കൊടുക്കാം, കുറച്ച് കറിവേപ്പിലയും. എന്നിട്ട് ഒന്ന് കറക്കി എടുക്കുക വേണ്ടു. വെള്ളം ഒഴിക്കാതെ ഒന്ന് കറക്കിയെടുക്കാം. ഈ ഒരു പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് പുളി വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം. മത്തിയുടെ മുള്ളൊന്ന് മാറ്റിയെടുക്കാം. നടുവിലുള്ള മുള്ള് മാത്രം ഒന്ന് മാറ്റിയെടുത്താൽ മതിയാകും. ഇപ്പം മുള്ളെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് എടുത്തു വെച്ച പുളി ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അരച്ച് വെച്ച കൂട്ടും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേവിച്ച് വെച്ച കായും കൂടി ചേർത്ത് കൊടുക്കാം. നേന്ത്രക്കായ ആയതുകൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടില്ല, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ സാധാരണ വേറെ ഏത് കായ ആയിരുന്നാലും ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു. അതും അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. കഴിഞ്ഞ് അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകണം. നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വറ്റിക്കുക. ഇപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അടി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒന്നും കൂടി വറ്റാനുണ്ട്, കുറച്ച് സമയം കൂടി അടച്ച് വയ്ക്കാം. ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഇനി ഒരു
തവി കൊണ്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇത് തണുക്കുന്ന സമയത്ത് നല്ല കട്ടിയായിട്ട് കിട്ടും. കപ്പ വേവിക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റ് ആയിരിക്കും നമ്മളിങ്ങനെ മത്തിയും പച്ചക്കായും കൂടി ചെയ്യുമ്പോൾ. ഇപ്പം പാകത്തിന് ഉടച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് 1 സ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് എടുക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.